ചേച്ചി, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ആരംഭിച്ചതല്ലേ ഉള്ളൂ. അതതിൻ്റെ എല്ലാ ഭംഗിയോടും ഇഷ്ടത്തോടും കൂടി ആസ്വദിക്കണം ഞങ്ങൾക്ക്. ഇപ്പോഴേ അതെല്ലാം നടക്കൂ. രാവിലെ പതിവ് ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങാനൊരുങ്ങുന്ന കവിതയ്ക്ക് മുൻപിലേക്ക് മനോഹരമായൊരു ചിരിയോടെ വന്നു നിന്ന് രേഷ്മ പറഞ്ഞതും ഉടുത്തുകൊണ്ടിരുന്ന സാരി പ്ലീറ്റ്സ് ശരിയാക്കിക്കൊണ്ട് അവളെ നോക്കി കവിത. രേഷ്മ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഞാനും അമ്മയും തടസ്സമാണ് ഈ വീട്ടിലെന്നാണോ? ശാന്തമായ സ്വരത്തിൽ ചോദിച്ചവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കവിത കണ്ടിരുന്നു അകത്തെ മുറിയിൽ തങ്ങളുടെ സംസാരം ശ്രദ്ധിച്ച് മറഞ്ഞു നിൽക്കുന്ന അനിയൻ കിഷോറിനെ. ഒരേ സമയം അവനെ ഓർത്ത് സഹതാപവും പുച്ഛവും തോന്നി അവൾക്കുള്ളിൽ. അയ്യോ, അങ്ങനെയല്ല ചേച്ചി, അമ്മയും ചേച്ചിയും ഞങ്ങളുടെ സ്വന്തം അല്ലേ. ഇതങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനത് എങ്ങനെയാ ചേച്ചിയോട് പറയാ? കവിതയോട് കാര്യം എങ്ങനെ സംസാരിക്കണമെന്നൊരു ഭാവത്തിൽ നാണത്തോടെ പൊതിഞ്ഞ മുഖത്തോടെ രേഷ്മ നിന്നതും അടുക്കളയിൽ നിന്നും അമ്മയും വന്നു നിന്നവരുടെ പുറകിൽ. മടിക്കാതെ കാര്യം പറ രേഷ്മേ, എനിക്ക് മനസ്സിലാകും താൻ പറയുന്നത് എന്തും. അനിയൻ്റെ ഭാര്യയായിട്ടല്ലല്ലോ ഞാൻ നിന്നെ കാണുന്നത്, എൻ്റെ അനിയത്തിയായിട്ടല്ലേ. പറഞ്ഞോ എന്താണെങ്കിലും. അവളെ നന്നായി പ്രോത്സാഹിപ്പിച്ച് കവിത അമ്മയെ ഒന്ന് നോക്കി. മരുമകൾ പറയാൻ പോകുന്നതും ശരിക്കും കേട്ടോ എന്നതുപോലെ. വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്ന ചേച്ചിക്കും അച്ഛൻ മരിച്ച് വിധവയായി ജീവിക്കുന്ന അമ്മയ്ക്കും മുന്നിൽ ഭാര്യ ഭർത്തൃബന്ധം തുറന്നു കാണിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ ചേച്ചി. എല്ലാം ഒരു മുറിക്കുള്ളിൽ വെച്ച് മാത്രം പങ്കിട്ടാൽ മതിയെന്ന രീതിയിൽ ശ്വാസം മുട്ടി ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് വയ്യ. കിഷോറേട്ടനും പറ്റില്ല. ഒന്ന് പരസ്പരം കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ഉമ്മ വയ്ക്കാനെല്ലാം മുറിയിൽ പോകണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. തോന്നുമ്പോൾ തോന്നുന്നത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നതാണ് എൻ്റെയും കിഷോറേട്ടൻ്റെയും ശീലം. അതിനിവിടെ പറ്റില്ല ചേച്ചി ഞങ്ങൾക്ക്. മനസ്സിലുള്ള കാര്യം വെട്ടിത്തുറന്ന് രേഷ്മ വ്യക്തമാക്കിയതും അമ്മയുടെ മുഖം വിളറി. അവളുടെ ആ തുറന്നു പറച്ചിലിൽ കവിതയിൽ പക്ഷേ ഇത് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്ന ഭാവമാണ്. പരിസരബോധമില്ലാതെ ഹാളിലും അടുക്കളയിലുമെല്ലാം കെട്ടിപ്പിടിച്ചും ചുംബിച്ചും നിൽക്കുന്നവരെ എത്രയോ തവണ കണ്ട് അവർക്ക് ശല്യമാവാതെ വഴിമാറി നടന്നു പോയിട്ടുണ്ട് കവിതയും അമ്മയും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തിലും ഇഷ്ടത്തിലും ജീവിക്കാൻ ഞാനും അമ്മയും എന്താണ് രേഷ്മ ചെയ്തു തരേണ്ടത്? ഞങ്ങൾ താമസം മാറണോ ഇവിടുന്ന്? മനസ്സിൽ യാതൊരു കാലുഷ്യവുമില്ലാതെ കവിത ചോദിച്ചതും ഒരു വിജയിച്ചിരി തെളിഞ്ഞു രേഷ്മയിൽ. അതേ ചിരിയോടെ അവൾ അകത്ത് മറഞ്ഞു നിൽക്കുന്ന കിഷോറിനെ ഒന്ന് നോക്കി. കാര്യം ഞാൻ നടത്തിയെടുത്തില്ലേ എന്ന ഭാവത്തിൽ. ഞാനും കിഷോറേട്ടനും മാറി താമസിച്ചോളാം ചേച്ചി. ദൂരെയുമല്ല. നമ്മുടെ വീടിൻ്റെ 2 വീടപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ താമസക്കാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 4 ദിവസം മുമ്പ്. അവിടേക്ക് ഞങ്ങൾ മാറിക്കോളാം. കുറഞ്ഞ വാടകയുള്ളൂ. പിന്നെ നിങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരെയും പോകണ്ടല്ലോ. മുമ്പ് തീരുമാനിച്ചുറപ്പിച്ച കാര്യം ഭംഗിയിൽ അവതരിപ്പിച്ച് രേഷ്മയെങ്കിൽ ആ കാര്യം അതിനു മുൻപേ അറിഞ്ഞ കവിതയും അമ്മയും അതറിഞ്ഞ ഭാവം കാണിക്കാതെ അവളെ നോക്കി നിന്നു. നിങ്ങളുടെ ഇഷ്ടവും സന്തോഷം എന്താണോ അത് നിങ്ങൾ ചെയ്തോ. ഞാനും അമ്മയും തടസ്സമാവില്ല അല്ലേ അമ്മേ? രേഷ്മയ്ക്ക് പിന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി കവിത ചോദിച്ചതിനൊരു നിറഞ്ഞ പുഞ്ചിരി മറുപടി നൽകി അമ്മയും. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. തയ്യാറാക്കി വെച്ച ബാഗുമെടുത്ത് ഒരു ടൂറ് പോകുന്ന ലാഘവത്തോടെ അവരവിടെ നിന്നിറങ്ങുന്നത് കാഴ്ചക്കാരായി നോക്കി നിന്നു കവിതയും അമ്മയും. അവർ പോയതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചകത്തേക്ക് നടന്നു അമ്മ. ഭർത്താവിനെ നഷ്ടപ്പെട്ട് 2 മക്കളുമായി ജീവിതം മുന്നോട്ടു പോയപ്പോൾ ആ അമ്മയുടെ പ്രതീക്ഷ തൻ്റെ മക്കളിലായിരുന്നു. അമ്മയെ അറിഞ്ഞ് അമ്മയുടെ വരുമാനത്തിലൊതുങ്ങി കവിത ജീവിക്കാൻ ശീലിച്ചപ്പോൾ കിഷോർ എന്നും ആഡംബരങ്ങൾക്കും ആഘോഷങ്ങൾക്കും പുറകെയായിരുന്നു. കവിത പഠിച്ചൊരു ജോലി നേടി. പുറംപണിക്ക് പോയിരുന്ന അമ്മയെ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തി സംരക്ഷിച്ചു അവൾ. ഒപ്പം അനിയനും വേണ്ട കാര്യങ്ങളെല്ലാം നിറവേറ്റി നൽകി. വിവാഹമെന്ന വ്യവസ്ഥയിൽ താല്പര്യമില്ലാത്തതിനാൽ അങ്ങനെയൊരു ജീവിതവും ആഗ്രഹിച്ചില്ല അവൾ. എന്നാൽ കിഷോർ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ചേച്ചിയുടെ വരുമാനത്തിൻ്റെ പങ്കുപറ്റി ജീവിക്കുന്നതിനിടയിൽ 2 മാസം മുമ്പ് കൂടെ കൂട്ടിയതാണ് രേഷ്മയും. അവനെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ യാതൊരു ഭാരവും ഏൽക്കാൻ മനസ്സില്ലാത്തവൾ. 5 രൂപ കിട്ടിയാൽ 500 രൂപ ചിലവാക്കുന്നവൾ. മോളെ കവിതേ, അവരെങ്ങനെ ജീവിക്കും മോളെ? വരുമാനവും തൊഴിലും ഒന്നുമില്ലല്ലോ രണ്ടാൾക്കും. അവരുടെ ജീവിതം എന്താവുമെന്നൊരാധി നിറഞ്ഞു നിന്നിരുന്നു അമ്മയിലെങ്കിൽ കവിതയിൽ അന്നേരവും നിറഞ്ഞ ചിരി മാത്രമാണ്. 1-2 ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അമ്മ പറഞ്ഞു തന്നെ കവിത അറിയുന്നുണ്ടായിരുന്നു. കിഷോർ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നതിനെ പറ്റിയും രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം അവർ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുന്നതിനെ പറ്റിയൊക്കെ. ആർഭാടങ്ങൾക്ക് ചിലവാക്കാനുള്ള പണം കണ്ടെത്തുന്നത് രേഷ്മയുടെ ആഭരണങ്ങൾ വിറ്റും പണയപ്പെടുത്തിയുമാണെന്നറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ല കവിത. അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം, അതുമാത്രം ചിന്തിച്ചു അവൾ. ഇന്നെന്താ രാവിലെ ചായക്കുണ്ടാക്കിയത്? താമസം മാറി 2 ആഴ്ച കഴിഞ്ഞൊരു ദിവസം രാവിലെ അടുക്കളയിലെത്തി ചിരിയോടെ തിരക്കുന്ന രേഷ്മയെ കണ്ടതും ഒരു ചിരി തെളിഞ്ഞു കവിതയിൽ. അന്നത്തെ ദിവസം രാവിലത്തെ ചായയ്ക്ക് രേഷ്മയ്ക്കൊപ്പം കിഷോറും വന്നെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം
സമയാസമയങ്ങളിൽ വീട്ടിൽ വന്ന് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമെടുത്ത് മടങ്ങുന്നത് രേഷ്മയുടെ പതിവായി. അതിനൊപ്പം തന്നെ അവളുടെയും കിഷോറിൻ്റെയും അലക്കാനുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീൻ അരികിൽ കൊണ്ടുപോയിട്ട് തുടങ്ങി രേഷ്മ. അമ്മ അലക്കി ഉണക്കുന്ന വസ്ത്രങ്ങളും ധരിച്ച് കിഷോറിനൊപ്പം വെറുതെ സമയം ചിലവഴിക്കുന്ന രേഷ്മ മെല്ലെ മെല്ലെ അവളുടെ ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കുമെല്ലാം അമ്മയോട് പണം ആവശ്യപ്പെടാനും കിട്ടാതെ വരുമ്പോൾ കിഷോറിനെ കൊണ്ട് വീട്ടിൽ കലഹം സൃഷ്ടിക്കുന്നതും പതിവായി തീർന്നു. കിഷോറിനും ഭാര്യയ്ക്കുമൊപ്പുറം ഒരു ലോകമില്ല എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു രേഷ്മ. ഇന്നെന്താ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ അമ്മേ? പതിവ് പോലെ ഭക്ഷണം എടുക്കാനായി വീട്ടിലെത്തിയ രേഷ്മ തങ്ങൾക്കുള്ള ഭക്ഷണം അവിടെ കാണാതെ വന്നതും അമ്മയോട് തിരക്കിയെങ്കിലും അവളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല ആരിൽ നിന്നും. കുന്നുകൂടി കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളും ഭക്ഷണമില്ലാത്ത അടുക്കളയും രേഷ്മയുടെ ജീവിതത്തിലെ സ്ഥിരം കാഴ്ചകളായി മാറി തുടങ്ങിയതോടെ കിഷോറിനെ ജോലിക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചു രേഷ്മ. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അറിയാതെ വളർന്ന കിഷോർ ജോലിക്ക് പോകാൻ മടിച്ചു. അവരുടെ വാടക വീട്ടിൽ നിന്ന് വഴക്കുകൾ പുറത്തേക്ക് കേൾക്കും വിധം ഉയർന്നു തുടങ്ങിയതറിഞ്ഞിട്ടും കവിതയോ അമ്മയോ അതിലിടപെടുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. ചേച്ചി, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ഇത്രയും നല്ലൊരു വീടും നിങ്ങളുമെല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് ആ വാടക വീട്ടിൽ പോയി കിടക്കുന്നതല്ലേ? പതിവ് പോലെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ കവിതയെ കാത്തെന്ന പോലെ പൂമുഖത്ത് നിന്നിരുന്ന രേഷ്മ അവളെ കണ്ടൊരു ചിരിയോടെ പറഞ്ഞതിന് മറുപടിയോ എന്തിനൊരു പുഞ്ചിരി പോലും മടക്കി നൽകിയില്ല കവിത. ഊണുമേശക്കരികിൽ തല കുമ്പിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ കുനിഞ്ഞിരുന്നു രേഷ്മയും കിഷോറും. കിഷോർ, ഈ വീട് ഇവിടെ ഉള്ളപ്പോൾ മാസം നല്ലൊരു തുക വാടക നൽകി നീ വേറെ വീട്ടിൽ താമസിക്കേണ്ട. ഈ വീട്ടിൽ നിൽക്കണ്ട. നിങ്ങൾ പുറത്തെ റൂമും ഹാളും ഇടനാഴിയും നിങ്ങളെടുത്തോ താമസിക്കാൻ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കഴിച്ച് നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾ ജീവിച്ചോ. ഞാനും കവിതമോളും ഞങ്ങൾക്കുള്ളത് കൊണ്ടിവിടെ ജീവിച്ചോളാം. ഒരു അയൽവക്കമായിട്ട് പോലും ഞങ്ങളെ കരുതരുത്. നിങ്ങൾ വലിഞ്ഞു കയറി വരികയോ ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. ഇതെല്ലാം സമ്മതമാണെങ്കിൽ നിങ്ങൾക്കിവിടെ തുടരാം, തികച്ചും അപരിചിതരായി. ഉറച്ച അമ്മയുടെ വാക്കുകൾ കിഷോറിനെയും രേഷ്മയെയും നാണം കെടുത്താൻ തക്ക ശക്തിയുള്ളതായിരുന്നു. അമ്മ നീട്ടിയ ചാവി വാങ്ങി തങ്ങൾക്കായി നൽകിയ ഇടത്തിലേക്ക് നടക്കുമ്പോൾ കുനിഞ്ഞു പോയിരുന്നു കിഷോറിൻ്റെ തല. അഭിമാനത്തോടെ ആ തല അമ്മയ്ക്കും സഹോദരിക്കും മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു കാലം സ്വപ്നം കണ്ട അവന് പുറകെ തന്നെ തല താഴ്ത്തി നടന്നു രേഷ്മയും ഒരു നല്ല കാലം പ്രതീക്ഷിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.